പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന് ആരാധന. രണ്ട് കരങ്ങളെ ഉയർത്തി. എന്റെ ജീവനും എന്റെ സർവവും എന്റെ സഹനവും എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള സകലവും, എന്റെ ജയവും എന്റെ പരാജയവും എന്റെ ആഘോഷവും എന്റെ എല്ലാ ആക്ഷേപങ്ങളും എന്റെ നിന്ദയും എന്റെ വേദനയും എല്ലാം ആ കുരിശിന്റെ ചോട്ടിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. പിതാവേ അങ്ങയുടെ സ്നേഹത്താലും അവിടുത്തെ പുത്രനായ യേശുവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയാലും നിറയുവാൻ ഞാൻ എന്നെ വിട്ടുതരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തി കരങ്ങൾ ഉയർത്തി ആത്മാ ശരീര ദേഹിയെ വിട്ടുകൊടുത്തുകൊണ്ട് ആരാധിക്കുന്നു. പുത്രനെ പരിശുദ്ധാത്മാവേ ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന് ആരാധന. പിതാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരിക്കാം. ഷിവച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ജേക്കബ് എബ്രഹാം ആണ്. ജേക്കബ് എബ്രഹാം എവിടെ ഇരിക്കുന്നത്? ജേക്കബ് എബ്രഹാം ജേക്കബ് എബ്രഹാമിന്റെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചോദിക്കുന്നത്. ഷിബ് പാസ്റ്റർ പറഞ്ഞു സ്നേഹവാനായ ദൈവവും നീതിമാനായ ദൈവവും തമ്മിൽ വടംവലി നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നുവെന്ന്. ദൈവം നീതിമാനായതുകൊണ്ടല്ലേ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് തിരുവചനം അന്വർത്ഥമാക്കാൻ വേണ്ടി യേശുക്രിസ്തു ക്രൂശു മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്? അതുകൊണ്ട് പാപിയായ മനുഷ്യന്റെ ശിക്ഷ ഒഴിവായത്. അത് അദ്ദേഹത്തിന്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. പൗലോസ്ലീഹ ബാലശിക്ഷയെപ്പറ്റി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. ഈ ബാലശിക്ഷ നിത്യശിക്ഷ അതിനെക്കുറിച്ചുള്ള ഒരു ഡൗട്ട് ജേക്കബ് എബ്രഹാം എന്ന് പറഞ്ഞ മാന്യ പ്രേക്ഷകന്റെ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഇത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ഒരു മേഖലയാന്ന് തോന്നുന്നു അല്ലേ? അതോ നീതിമാനായ അത് ജേക്കബ് എബ്രഹാം. ഈ നീതിമാനായ ദൈവം, അപ്പം ദൈവത്തിന്റെ നീതിയിൽ ഒരു പാപിയെ ശിക്ഷിക്കണം അല്ലേ? അപ്പൊ ഇത് ആരാ നിശ്ചയിച്ചേ? പാപത്തിന്റെ ശമ്പളം മരണമാണല്ലോ. അതെ അതെ. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമാണ് ബൈബിൾ പറയാണ്. അപ്പൊ അത് ദൈവത്തിനും ബാധകമാണോ? ദൈവത്തിന് ബാധകം കൊണ്ടാണല്ലോ ദൈവം പഴയ നിയമത്തിൽ ബലി കഴിപ്പിക്കാൻ പറഞ്ഞു.
അങ്ങനെയല്ല. കാര്യവും തീർന്നിട്ടില്ല. അല്ല, ശിവചാൻ ചോദിച്ച സ്പെസിഫിക് ആണ്. പാപത്തിന്റെ ശമ്പളം മരണം എന്നുള്ള ആ നിയമം ദൈവത്തിന് ബാധകമാണോ എന്ന്. ആ നിയമത്തിന് അത് ദൈവം ഉൾപ്പെടുന്നുണ്ടോ? ദൈവത്തിന് അത് എക്സംഷൻ ഇല്ല. മനുഷ്യാവതാരം എടുത്ത് വന്നാണല്ലേ മരിച്ചത്. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. മരണവുമായിട്ട് ബന്ധമില്ല. ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അല്ല, ഇപ്പൊ ഒരു പാപിയെ ദൈവത്തിന് റിസീവ് ചെയ്യാൻ പറ്റുമോ, സ്വീകരിക്കാൻ പറ്റുമോ? പിന്നെ എന്താണ് പിന്നെ മറ്റേ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? പാപത്തിന്റെ ശമ്പളം അത് അങ്ങനെ വേണം ചോദിക്കാൻ. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ ദൈവം ഈ വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും നമ്മുടെ എല്ലാം ക്വസ്റ്റൻ ആയിരുന്നു ജഗപ്പിച്ച. നമ്മുടെ എല്ലാം ക്വസ്റ്റൻ ചോദിച്ച ആളെ വിളിച്ചെന്നേ ഉള്ളൂ. അപ്പൊ പാപത്തിന്റെ ശമ്പളം ഒത്തിരി ആള് അന്ന് അവിടെ പോയിരുന്നു. അപ്പൊ എല്ലാ ആളുകൾക്കും ഉള്ള ഒരു സംശയം ഇത്. അത് ഞാൻ മുമ്പേ പറഞ്ഞ ദൈവത്തിന്റെ സോവർണിറ്റിക്ക് എതിരായിട്ടുള്ള ഒന്നാണ്. അതായത് പാപത്തിനൊരു ശിക്ഷയുണ്ട്. അപ്പൊ അത് കൊടുത്തേ പറ്റൂ. അപ്പൊ ശിക്ഷ ഇങ്ങനെ പെൻഡിങ്ങിൽ അന്തരീക്ഷത്തിൽ നിൽക്കുക. ഇത് ആരുടെയും തലയെ കൊണ്ട് വെക്കണം. വെച്ചില്ലെങ്കിൽ ദൈവം എന്തായി തീരും? ആരാ മോണിറ്റർ ചെയ്യുന്ന ദൈവത്തെ? ക്ലാസ്സിൽ വർത്തമാനം പറയല്ലേ, മോണിറ്റർ ഉണ്ടേലാണ് വർത്തമാനം പറയാതിരിക്കുന്നതാണോ? മോണിറ്റർ, ഹൂ ഈസ് ദ മോണിറ്റർ ഓഫ് ഗോഡ്? അപ്പൊ ആ സിദ്ധാന്തം പൊളിഞ്ഞില്ലേ? ദൈവത്തെ നിരീക്ഷിക്കാൻ, ദൈവത്തെ മോണിറ്റർ ചെയ്യാൻ ആരുമില്ല. അപ്പൊ ദൈവത്തിന് ഈ ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്നത് പമ്പര വിഡ്ഢിത്തരമാണ്. അതായത് ഇന്നുപോലെ ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് മനുഷ്യൻ ആരെങ്കിലും ഒന്ന് ശിക്ഷിക്കണം, എങ്കിലേ ദൈവത്തിന് വിശുദ്ധനാകാൻ പറ്റുള്ളൂ. അപ്പൊ ദൈവം മറ്റേതോ ഒരു ഏജൻസിയുടെ അടിയിലാണ്, ഐക്യരാഷ്ട്ര സംഘടന പോലെ എന്തോ ഒന്ന് ദൈവത്തിന്റെ മുകളിൽ ഇങ്ങനെ നിപ്പുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഒന്നും ഇല്ല ദൈവത്തിന്. അല്ല, അത് ക്രൂശ് മരണം എന്തിനാണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതിപ്പോ എന്താണ് അടുത്ത ക്ലാസ് അതാ വരുന്നത്, അറ്റോൺമെന്റ് തിയറി. എന്തിനാണ് യേശു കുരിശിൽ മരിച്ചത്? അപ്പം നമ്മുടെ തെറ്റിദ്ധാരണയാണ് മനുഷ്യന്റെ ശിക്ഷയ്ക്ക് മനുഷ്യന് പകരം യേശുവിനെ ക്രൂശിച്ചു എന്നുള്ളത്. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അപ്പം ദൈവത്തിന്റെ മുകളിലാണ് അല്ല, അതല്ല ഈ എക്സ്പ്ലനേഷൻ അത് വരും. അതിന്റെ എല്ലാ എക്സ്പ്ലനേഷനാണ് അടുത്ത ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് കേൾക്കാം. പൗലോസ് പറയുന്ന ബാലശിക്ഷ അത് സഹിതം പറഞ്ഞാൽ മതി. ചാസ്റ്റിസ്. സഹിതം 50 പ്രാവശ്യം പറഞ്ഞ ജഡീയ പിതാക്കന്മാർ നമ്മളെ ജഡത്ത് ശിക്ഷിച്ചു പോകുന്നു. ആത്മാക്കളുടെ ഉടമസ്ഥനെ നമ്മുടെ ആത്മാവ് ശിക്ഷിക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അല്ല, അത് എബ്രായർ 12 അത് കൊരിന്ത്യർ 11 അതെ. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ബാലശിക്ഷ കഴിക്കുകയാവും. അപ്പൊ അവിടെ പറയുന്ന ബാലശിക്ഷ ലോകത്തോടു കൂടിയുള്ള ശിക്ഷയാണ്. അതിന്റെ കോണ്ടെക്സ്റ്റിൽ അല്ല എബ്രായർ 12 പറയുന്ന ബാലശിക്ഷ. എബ്രായർ 12 പറയുന്ന ബാലശിക്ഷ ആത്മാവായ ദൈവം നമ്മുടെ ആത്മാവിൽ വരുത്തുന്ന ഉത്ബോധ്യമാണ്. അതിന്റെ മേളിൽ പറയുക, ജഡീക പിതാക്കന്മാർ നിങ്ങളുടെ ജഡത്തിൽ ശിക്ഷിച്ചു പോന്നു, നിങ്ങൾ അവർക്ക് ബോധിച്ചതുപോലെ ശിക്ഷിച്ചു, താനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. എബ്രായർ 12. അതിനകത്ത് തന്നെ അറിയാം, ഈ ദൈവത്തിന്റെ വിശുദ്ധിയെ പറ്റിയുള്ള തെറ്റായ ഒരു ബോധ്യമുണ്ട്. ഹോളിനെസ് ഓഫ് ഗോഡ്. അപ്പൊ ഹോളിനെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ലീഗൽ പെർഫെക്ഷൻ. അതാണ് വെസ്റ്റേൺ കോൺസെപ്റ്റ്. അപ്പൊ ലീഗൽ പെർഫെക്ഷൻ അല്ല ഹോളിനെസ് ഓഫ് ഗോഡ്. നിയമപരമായ നൈയാമിക പൂർണ്ണത. അപ്പൊ നൈയാമിക പൂർണ്ണതയല്ല ഈസ്റ്റിന്റെ കോൺസെപ്റ്റ്. ഈസ്റ്റിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂട്ടായ്മയാണ്, സ്നേഹം, സന്തോഷം, പ്രതിഫലനം, പൂർണ്ണത. എനിക്കൊന്നും മനസ്സിലായില്ല, ഉള്ള പറയാം. ഓക്കെ, ഇംഗ്ലീഷിൽ പറയാം. അപ്പം ഫെലോഷിപ്പ്, ജോയ്, സന്തോഷം, പീസ്, സമാധാനം, ലൈറ്റ്, റിഫ്ലക്ഷൻ, വെളിച്ചം, ഇതാണ് ട്രിനിറ്റിയിൽ കാണുന്നത്. ആ സ്റ്റാറ്റസിനെയാണ് ഹോളിനെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹോളിനെസ്. അപ്പൊ റിലേഷനാണ്, ബന്ധമാണ്. അപ്പൊ ദൈവത്തിന്റെ ഹോളിനെസ് എന്ന് പറഞ്ഞാൽ ആ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പ്, ട്രിനിറ്റേറിയൻ ലൈഫാണ്. അപ്പൊ ഈ ലൈഫിനെ സംബന്ധിച്ചാണ് ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരസ്ത്യ സഭകളെല്ലാം വിശുദ്ധിയെ ഗ്രഹിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ സഭകൾ എന്ത് ചെയ്തു? റോമൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ലീഗൽ പെർഫെക്ഷൻ ആണ് ഹോളിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ, മനസ്സിലായി, ലീഗലി പെർഫെക്റ്റ്. അത് നിയമപരമായി ആള് കുറ്റവിമുക്തനാണ്, അവനാണ് ഹോളി. കോടതിയും അവന്റെ വീടും തമ്മിൽ വ്യത്യാസം. അതാണ്. അപ്പൊ ഇതാണ് അതുകൊണ്ടാണ് ഈ ഹോളിനെസ് കോൺസെപ്റ്റ്. കോടതിയിൽ അപ്പനില്ല,
വീട്ടിൽ ജഡ്ജിയില്ല, പക്ഷെ രണ്ടിടത്തും നീതി നിവൃത്തിയാകുന്നുണ്ട്. കോടതിയിൽ നിവൃത്തിയാകുന്ന നീതി ജഡ്ജിയുടെ നീതിയല്ല, കോടതിയിൽ സത്യം. അത് ചോദ്യമാണോ ഉത്തരവാണോ എന്ന് അറിയത്തില്ല. ഇരുളിന്റെ അത് വലിയൊരു പ്രയത്നം തന്നെയാണ്. ജസ്റ്റ് ആഫ്റ്റർ ദിസ്, ഈ ജസ്റ്റ് ക്യാമ്പ് കഴിയുന്ന ഉടനെ തന്നെ തിരിച്ചും പോവുകയാണ്. അപ്പം അത് വലിയൊരു പ്രയത്നം തന്നെയാണ്. ബ്രദർ ജോൺ ലോറൻസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അറ്റോൺമെന്റ്, ഞാൻ ആ വാക്കുകൾ പറയുന്നതിലുപരി അദ്ദേഹം വിശദീകരിക്കുമ്പം വളരെ സിമ്പിളായിട്ട് തന്നെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ചിന്തിക്കുന്നു. പുത്രന്റെ മരണം ആരുടെ ആവശ്യമായിരുന്നു? അതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് അല്ലേ. പുത്രന്റെ മരണം ആരുടെ ആവശ്യമായിരുന്നു? പിതാവിന്റെ ആവശ്യമായിരുന്നോ? അത് പുത്രന്റെ തന്നെത്താൻ ആവശ്യമായിരുന്നോ? അതോ നമ്മുടെ ആവശ്യമായിരുന്നോ? ആരുടെ ശാപമാണ്, ആരുടെ കോപമാണ് പുത്രന്റെ മേൽ വീണത്? ഒരാൾക്ക് പകരം മറ്റൊരാളെ തല്ലിച്ചതയ്ക്കുന്നത് നീതിയാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കായിരിക്കും ബ്രദർ ജോൺ ലോറൻസ് ഉത്തരം തരുന്നത്. ഇറ്റ്സ് എ ടൈം ഫോർ ജോൺ ലോറൻസ്. കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. ഈ നല്ല സായാഹ്നത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷമായ ചിന്തകളും ആലോചനകളുമാണ് കൃപയാൽ ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന ഒരു തീമിൽ സുവിശേഷത്തിൻ്റെ മനോഹാരിത നമ്മൾ ചിന്തിക്കുകയാണ്. ലഭിച്ച ഒരു മണിക്കൂറിനകത്ത് ഒരു ഹിമാലയ സമമായ വിഷയമാണ് തൊടാൻ പോകുന്നത്. എത്രത്തോളം അത് നിങ്ങളുടെ കാതിലെത്തിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. എങ്കിലും ചിന്തിക്കാനെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയ സുചാനോടും സജിത് ബ്രദറിനോടുള്ള പ്രത്യേക വന്ദനവും കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കും. നമുക്ക് ഒരു വാക്യം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട്, അതാണല്ലോ ഒരു സാമാന്യ മര്യാദ. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ഇരുപത്തിയഞ്ചും 26 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്തിൽ തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. യേശുവിനെ പ്രായച്ചിത്തമാക്കി നിർത്തിയിരിക്കുന്നു, പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. അടുത്ത പദം അവിടെ പറയുന്നത് ദൈവം തൻ്റെ പൊറുമയിൽ, ഫോർബിയറൻസിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിട്ടു. അതായത് ക്രിസ്തുവേശുവിൻ്റെ കാൽവറി കുരിശിന് മുൻപ് വരെയുള്ള മുഴുവൻ പാപങ്ങളെയും ഫോർബിയറൻസിൽ, അവൻ്റെ ക്ഷമയാൽ ശിക്ഷിക്കാതെ വിട്ടു, വെറുതെ വിട്ടു. എന്നിട്ട് പറയുന്നു, വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. എങ്കിലും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എവിടുന്നാണ് പോകേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്. കാരണം ഒരു 100 സെക്ഷൻ എടുക്കണം, എന്നാലേ ഈ ഒരു സംഭവം നിങ്ങളുടെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് എത്തത്തുള്ളൂ. കാച്ചി കുറുകി തരിക. കർത്താവിന് സ്തോത്രം. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്തിനാണ്? നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ പിതാവ് സ്നേഹത്തിൻ്റെ ഉറവിടമാണ്, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവ്, 3 പേരടങ്ങുന്ന ആ തൃത്വം. അതിനെ ആദിമസഭയിലെ സഭാപിതാക്കന്മാർ വിളിച്ചത് പെരികൊറേസിസ് എന്നാണ്. അതായത് 3 പേരും കൂടെ ചേരുന്ന ഒരു നടനം, ത്രിയേക നടനം, പെരികൊറേസിസ്. അവർ 3 പേരും ഒരേ ചിന്തയിലും ഒരേ ഇഷ്ടത്തിലും
ഒരേ അധികാരത്തിലും തുല്യതയിൽ നിൽക്കുന്നവരാണ്. ദർ ഇസ് നോ ഹൈറാർക്കി ഇൻ ട്രിനിറ്റി. തൃത്വത്തിനകത്ത് ഒരിക്കൽ പോലും ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ചിന്തയില്ല. അങ്ങനെ ഇരിക്കെ ആ ത്രിയേക ദൈവത്വത്തിൽ നിന്ന് ഒരാൾ വന്ന് ഭൂമിയിൽ മരിക്കുന്നു, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ വായിക്കുന്നത് ജീസസ് ഡൈഡ് ഫോർ അസ്, യേശു നമുക്ക് വേണ്ടി. 1 കൊരിന്ത്യർ ലേഖനം 5:15-3 ഇങ്ങനെയാണ് വായിക്കുന്നത്, ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഓൺ ദ ക്രോസ് ഫോർ അസ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ, ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, നമുക്ക് വേണ്ടി മരിച്ചു, ഫോർ അസ്. അപ്പൊ ഈ പദങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന പദങ്ങൾ വരുമ്പോൾ കോമൺ ആയിട്ട് ചിന്തിച്ചു വരുന്നത് നമ്മുടെ പകരം മരിച്ചു എന്ന ചിന്തയാണ്. ക്രൈസ്തവ ലോകം മുഴുവൻ ഇന്ന്, എസ്പെഷ്യലി അപ്പാർട്ട് ഫ്രം ദ ഗ്ലോറിയസ് ഗോസ്പൽ, മുഴുവൻ സമൂഹവും പ്രസംഗിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ഡൈഡ് ഫോർ യു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പകരക്കാരനായി മരിച്ചു എന്നതാണ്. ദാറ്റ് ഈസ് നോട്ട് ദ ഗോസ്പൽ ദാറ്റ് വി ആർ പ്രീച്ചിങ് ടുഡേ. യേശു എൻ്റെ പകരക്കാരനായി മരിച്ചു എന്നതല്ല വിശുദ്ധ വേദപുസ്തകം നമുക്ക് തരുന്ന കൃത്യമായ ചിത്രം. ഞാനിത് ചിലത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഇടുന്നു, ചിന്തിക്കാൻ ഇടുന്നു, ഒക്കെ വാക്യങ്ങളൊക്കെ എടുക്കും. ഫോർ അസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നോർമലി നമുക്ക് കിട്ടിയ വ്യാഖ്യാനം നമ്മുടെ പകരക്കാരനായിട്ട് മരിച്ചു എന്നാണ്. എന്നാൽ ഏർലി ചർച്ച് ഫാദേഴ്സ് പറയുന്ന ഒരു കൊട്ടേഷൻ ഞാൻ വായിക്കാം. ഇങ്ങനെയാണ്: വാട്ട് ഈസ് അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്. വാട്ട് ഈസ് അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്, ബട്ട് വാട്ട് എവർ he becomes, he saves. He demonstrates the integrity of his peace not by avoiding our problems but embracing the pain and confusion. What is unassumed is unhealed. ഇതാണ് ഏർലി ചർച്ച് ഫാദേഴ്സിന്റെ ക്രൂശിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ഗുളിക. വാട്ട് ഈസ് അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്. അൺഅസ്യൂംഡ് എന്ന് പറഞ്ഞാൽ, പാരഫ്രൈസ് ചെയ്ത് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ അതിനെ ഹീൽ ചെയ്യാൻ പറ്റില്ല. എൻ്റെ പകരത്തിന്, ഇപ്പം ഞാൻ ചെയ്ത തെറ്റിന് പകരം വേറൊരാൾ മരിച്ചാൽ എന്നിൽ അത് സൗഖ്യം കൊണ്ടുവരത്തില്ല. പിടികിട്ടുന്നെന്ന് തോന്നുന്നു. ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് പകരമായിട്ട് താണ്ട് ഒരു ബ്രദർ പോയി മരിച്ചു, ഒരു മാറ്റവും എനിക്ക് സംഭവിക്കത്തില്ല. ഒരു കാര്യം എനിക്ക് തൃപ്തി വരും, പക്ഷെ നത്തിങ് വിൽ ഹാപ്പൻ. അതുകൊണ്ടാണ് ഏർലി ചർച്ചിലെ ബിലീവേഴ്സ് അവർ വിശ്വസിച്ചിരുന്നത് വാട്ട് ഈസ് അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്. അൺഅസ്യൂംഡ് എന്ന് പറഞ്ഞാൽ പകരത്തിന് മരിച്ചാൽ പറ്റില്ല, മറിച്ച് ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സഹോദരൻ വരണം. ഞാനായിരിക്കുന്ന അവസ്ഥയിലേക്ക്, എൻ്റെ അതേ പൊസിഷനിലേക്ക് താൻ വന്ന് അസ്യൂംഡായി, എന്നാലേ എനിക്കത് ഹീലിംഗ് ആയി മാറത്തുള്ളൂ. ഓക്കെ, ഒത്തിരി വിശദീകരിച്ചു പോയാൽ എനിക്ക് അങ്ങ് എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം മനസ്സിലായി, വാട്ട് ഈസ് അൺഅസ്യൂംഡ് ഈസ് അൺഹീൽഡ്. സുഗ്രാഹ്യമല്ലാത്തത് സൗഖ്യമാകത്തില്ല. മലയാളമാ. താങ്ക് യു. അതായത് ക്രിസ്തു എൻ്റെ പകരക്കാരനായി മരിച്ചു എന്നത് റോങ് ആണ്. ഇതൊക്കെ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുന്ന വാക്യങ്ങളാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഉണ്ടാകണം. എൻ്റെ പകരക്കാരനായി മരിച്ചു എന്നതല്ല ബൈബിളിലെ ട്രൂത്ത്. പൗലോസ് അപ്പോസ്തലനിലൂടെ ആദിമസഭയിൽ പ്രഘോഷിക്കപ്പെട്ടത് എൻ്റെ പകരത്തിൻ്റെ മരണമല്ല, മറിച്ച് യേശു മരിച്ചപ്പോൾ ഞാനും അവൻ്റെ കൂടെ മരിച്ചു എന്നാണ്. യേശു മരിച്ചപ്പോൾ ഞാൻ അവൻ്റെ കൂടെ മരിച്ചെങ്കിൽ അവൻ എൻ്റെ പകരത്തിനുള്ള മരണമല്ല, അവനും ഞാനും ഒരുമിച്ചാണ് മരിച്ചത്. മരണം ഒരുമിച്ചാണെങ്കിൽ ഉയർപ്പും ഒരുമിച്ചാണ്. അവനോട് കൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റു. സോ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഇല്ല, അസ്യൂംഡ് ആണ്. വി വെർ അസ്യൂം. നമ്മൾ അവനിൽ എന്തായി? നാം അവനിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതായത് എന്റെ പൊസിഷനിൽ യേശു വന്നു.
ഞാൻ ആയിരുന്ന ഷൂവിൽ ജീസസ് വന്നു. ആദാമിന്റെ സ്കിന്നിൽ കർത്താവ് വന്നു. ആദാമിന്റെ ഉള്ളിൽ ക്രൈസ്റ്റ് വന്നു. ആദാം ജീവിച്ചതുപോലെ ക്രൈസ്റ്റ് ജീവിച്ചു. വീണവനെ പോലെ ജീവിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ പകരത്തിലുള്ള മരണമല്ല, കൂടെയുള്ള മരണമാണ്. That means I am identified with Christ. Okay. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് ഈ ലോകത്തിൽ വരുമ്പോൾ, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ സത്യത്തിൽ യേശു ക്രിസ്തു ആദ്യം മുതൽ പറഞ്ഞു വരുന്നത് he was introducing God as Father. ആമേൻ. യേശു കർത്താവ് പിതാവായ ദൈവത്തെ ആരായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? പിതാവായിട്ടാണ്. കാരണം പാപം എന്നത് രണ്ട് നിലയിലാണ് വിശദീകരിക്കപ്പെടുന്നത്. ഇവിടെ പല ചോദ്യങ്ങൾ വന്നതിന്റെ കാരണവും അത് തന്നെയാണ്. രണ്ട് നിലയിലാണ് പാപങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, പാപം എന്ന് പറയുന്നത് ജുഡീഷ്യൽ സെൻസിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതായത് നിയമലംഘനമായി നാം പാപത്തെ കാണുമ്പോൾ അതിന് പരിഹാരം മാനുഷിക ചിന്തയിൽ ശിക്ഷ മാത്രമേ ഉള്ളൂ. എന്നാൽ വിശുദ്ധ ബൈബിളിൽ പാപത്തിന്റെ ചിന്ത, പാപത്തിന്റെ കോൺസെപ്റ്റ്, സിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ജുഡീഷ്യറി, ഇറ്റ്സ് എ മാറ്റർ ഓഫ് എ ഫാമിലി. കാരണം ദൈവം ഭൂമിയിൽ വെളിപ്പെട്ടപ്പോൾ ആദാമിന്റെ ജഡ്ജി ആയിരുന്നില്ല ദൈവം ആദാമിന്റെ പിതാവായിരുന്നു. പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിതാവുമായുള്ള ബന്ധത്തെ മുറിക്കുക എന്നാണ് അർത്ഥം. റിലേഷൻഷിപ്പ് കട്ടായി. അപ്പൊ റിലേഷൻഷിപ്പ് കട്ടായപ്പോൾ മരണം അവനിൽ സംഭവിപ്പാൻ കാരണം ജീവനുമായുള്ള ബന്ധം വിച്ഛേദിച്ചതാണ്. സോ സിന്ന് ജീസസിന്റെ കണ്ണിൽ, ഞാനിത് ഒത്തിരി ഉള്ളതുകൊണ്ട് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, പറയാം. ജീസസ് വന്നിട്ട് പറയുന്നു, വൈദ്യന് ആർക്കാണ് ആവശ്യം? രോഗിക്കത്രേ വൈദ്യനെ കൊണ്ട് ആവശ്യം. യേശു പാപിയെ വിളിച്ചു നോക്കണം. യേശു ഒരിക്കൽ പാപിയെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് വൈദ്യനെ കൊണ്ട് രോഗിക്ക് ആവശ്യമുണ്ട്. അപ്പം പാപിയെ നോക്കി ദൈവം പറഞ്ഞു, അവൻ രോഗിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, കുരുടന് വഴി കാട്ടാൻ പറ്റില്ല. അപ്പോൾ യേശു പാപത്തിന് മറ്റൊരു പേര് വിളിച്ചു, ബ്ലൈൻഡ്നസ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം പാപികൾ യേശുവിന്റെ അടുക്കൽ വന്നുകൂടുന്ന കണ്ടിട്ട് യേശു പറഞ്ഞു, ഇതാ ഇടയൻ ഇല്ലാത്ത ആടുകൾ. ഒരിടത്തും യേശു ക്രിമിനൽസ് എന്നവരെ വിളിച്ചിട്ടില്ല. പാപം ദൈവത്തിന്റെ കണ്ണിൽ ക്രിമിനൽ കുറ്റമല്ല. പാപം ദൈവത്തിന്റെ കണ്ണിൽ രോഗമാണ്. രോഗത്തിന് പരിഹാരം ശിക്ഷയല്ല, രോഗത്തിന് പരിഹാരം സൗഖ്യമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഒരു ജുഡീഷ്യൽ ജഡ്ജിനെ വെളിപ്പെടുത്താൻ അല്ല. യേശു ലോകത്തിൽ വന്നത് നമ്മുടെ പിതാവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് C.S. ലൂയിസ് എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ജീസസ് കംസ് ടു മേക്ക് യു ആൻ എത്തിസ്റ്റ് ഇൻ ദ ഗോഡ് ഓഫ് യുവർ ഓൺ മേക്കിംഗ്. ഹി കംസ് ടു ബ്രിങ് യുവർ ഫെയ്ത്ത്, യുവർ വേ ഓഫ് സബ്ജക്റ്റിംഗ് ഗോഡ് ടു യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ്. He comes to bring that to an end. അതായത് he comes to make you an atheist. യേശു ഭൂമിയിൽ വന്നത് നിങ്ങളെയും ഞാനും മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവസങ്കല്പത്തെ പൊളിച്ച് നിങ്ങളെ ഒരു നിരീശ്വരവാദിയാക്കാനാണ് ദൈവം വന്നത്, യേശു വന്നത്. സ്തോത്രം. കാരണം നിങ്ങളുടെയും എന്റെയും മനുഷ്യന്റെ ഉള്ളിൽ സങ്കല്പിച്ചിരിക്കുന്ന ദൈവം തെറ്റായതുകൊണ്ട് ആ വിഗ്രഹത്തെ ഉടച്ചു കളഞ്ഞ് ദൈവമില്ലാത്തവരാക്കി നിങ്ങളെ മാറ്റി നിങ്ങൾക്ക് ദൈവം എന്ന പിതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് യേശു ജഡാവതാരം എടുത്ത് ഭൂമിയിൽ വന്നത്. സ്തോത്രം. എല്ലാം സ്കിപ്പ് ചെയ്യാം. അപ്പൊ സാൽവേഷൻ എവിടെ നിന്ന് വരണം? എന്തിനാണ് യേശു മരിച്ചത്? ഈ വിഷയങ്ങളെ പഠിപ്പിക്കുന്ന ധാരാളം തിയറീസ് ഒത്തിരി ഉണ്ട്. ഞാൻ അതിനകത്ത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രം ആദ്യം പറയാം. Why did Jesus have to die? എന്തുകൊണ്ട് യേശുവിനെ മരിക്കണം? Was it to appease a wrathful God's demand for punishment? അതായത് കോപിഷ്ഠനായ ദൈവത്തിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, പണിഷ്മെന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പണിഷ്മെന്റ് ആയിരുന്നുവോ ക്രൂശ് മരണം? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, does that mean Jesus died to save us from God? ഇവിടെ അത് വിശദീകരിച്ചിട്ടുണ്ട്.
യേശു മരിച്ചത് നമ്മളെ ദൈവത്തിൽ നിന്ന് രക്ഷിക്കാനാണോ? ബട്ട് ടുഡേസ് ഗോസ്പൽ, മോസ്റ്റ് ഓഫ് ദ 99% ഓഫ് ദ ഗോസ്പൽ, ഇഫ് യു ലിസൺ വെരി കെയർഫുള്ളി, നിങ്ങൾക്ക് മനസ്സിലാകും ആ സുവിശേഷത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: ദേഷ്യപ്പെട്ട് നിൽക്കുന്ന, കോപിച്ച് നിൽക്കുന്ന ഒരു മോൺസ്റ്റർ ഗോഡിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി യേശു വന്നു എന്നത് ആണ് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷം. അതുകൊണ്ടാണ് നമ്മൾ യേശു മാത്രം മതി എന്ന് പാടുന്നത്. സ്തോത്രം. യേശു മാത്രം മതി. എന്തുകൊണ്ടാണ് പാടുന്നത്? ഈ പിതാവ് നാളിനെ അടുപ്പിക്കാൻ കൊള്ളൂല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആരുമായിട്ടാണ് സഖ്യത്വം? ജീസസുമായിട്ടാണ് സഖ്യത്വം. ഫാദർ ഭയങ്കര കോപിഷ്ഠനാണ്. അടുത്തത്, ഹൗ കുഡ് someone ever truly love or trust a God like that? അതായത് സ്വന്തം പുത്രനെ പാപത്തിന് ശിക്ഷിക്കാൻ വിടുന്ന ഒരു ദൈവത്തെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും? പാപം എന്നത് ജുഡീഷ്യൽ ക്രൈം ആണെങ്കിൽ മാനുഷിക നീതി അനുസരിച്ച് പണിഷ്മെന്റ് ആണ്. ദൈവത്തിന്റെ നീതി അനുസരിച്ച് അതിന് റെസ്റ്റോറേഷൻ വേണം. നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ്, യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: അവൻ നീതിമാനും, ഒന്നുകൂടെ പറയാം, അവൻ നീതിമാനും തന്നിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകണം. ഒരേ സമയം ദൈവം നീതിമാനായിരിക്കുകയും വേണം, അതേ സമയം അവനെ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുകയും വേണം. നിങ്ങൾക്കറിയാമോ, ഈ വാക്യങ്ങളെല്ലാം ഒരുപാട് പ്രാവശ്യം തെറ്റിദ്ധരിക്കപ്പെട്ട വാക്യങ്ങളാണ്. ഞാൻ ഈ വിഷയങ്ങളെ മനസ്സിലാക്കിക്കാനായിട്ട് കുറച്ച് തിയറീസ് മാത്രം ആദ്യം പറയാൻ പോവാണ്. ഇതെല്ലാം കൂടി ഇത് പറയാൻ എനിക്ക് സമയമുള്ളൂ, പെട്ടെന്ന് പറയുക. ഹല്ലേലൂയ. ഓക്കെ, നല്ല മഴ ആയതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കാനാണ്. There are so many theories. ഈ സ്ക്രൂശിനെ ചുറ്റിപ്പറ്റി ഒത്തിരി തിയറീസ് ഉണ്ട്. അതിലെ ആദ്യത്തെ തിയറിയാണ്, ദ ഫസ്റ്റ് തിയറിയാണ് ക്രിസ്റ്റസ് വിക്ടർ തിയറി. ക്രിസ്റ്റസ് വിക്ടർ അറ്റോൺമെന്റ് തിയറി, അതായത് ക്രൈസ്റ്റ് ദ വിക്ടർ തിയറി. സെക്കൻഡ് തിയറി ഏർലി ചർച്ച് പഠിപ്പിച്ചത് റാൻസം തിയറി ഓഫ് അറ്റോൺമെന്റ്. കുറച്ച് കഴിഞ്ഞപ്പോ 11ാമത്തെ നൂറ്റാണ്ട് വന്നപ്പോൾ ആർച്ച് ബിഷപ്പായ സെന്റ് ആൻസലാം താൻ കൊണ്ടുവന്ന ഒരു തിയറിയാണ് സാറ്റിസ്ഫാക്ഷൻ തിയറി. സാറ്റിസ്ഫാക്ഷൻ തിയറി 1033 മുതൽ 1109 വരെ ജീവിച്ചിരുന്ന ആൻസലാമിന്റെ തിയറിയാണ്. ആ തിയറിയുടെ ബേസിൽ നിന്നുകൊണ്ട് ജോൺ കാൽവിനും മറ്റ് ഇതര റിഫോർമേഷന്റെ നവോത്ഥാന നേതാക്കന്മാർ 1500 മുതലുള്ള സമയങ്ങളിൽ ഈ സാറ്റിസ്ഫാക്ഷൻ തിയറിയെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു. അവർ പുതിയൊരു തിയറി അതിന്റെ ബേസിൽ തുടങ്ങി. ദാറ്റ് ഈസ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്, PSA എന്ന് പറയും. PSC നിങ്ങൾക്ക് അറിയാം, പക്ഷെ നമ്മൾ പഠിക്കുന്നത് PSA, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്. ഏർലി ചർച്ച് ഫാദേഴ്സ് അതിന് മുമ്പ് ഒരു തിയറി പഠിപ്പിച്ചിരുന്നു, അതിനെ റീകാപ്ചുലേഷൻ തിയറി എന്നാണ്. ദാറ്റ് ഈസ് ഓൾസോ, അതായിരുന്നു ചർച്ച് ആദ്യകാലങ്ങളിലെ തിയറി. ഇന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു തിയറി, ഈവൻ ഗോസ്പൽ ഓഫ് ഗ്ലോറിയസ് ഗോസ്പലിന്റെ ബേസിൽ തന്നെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ മിമെറ്റിക് തിയറി ഓഫ് അറ്റോൺമെന്റ്. അവസാനമായി പഠിപ്പിക്കുന്നത് നോൺ വയലന്റ് അറ്റോൺമെന്റ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, സാറ്റിസ്ഫാക്ഷൻ തിയറി, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്, റീകാപ്ചുലേഷൻ തിയറി, മോറൽ ഇൻഫ്ലുവൻസ് ഓഫ് തിയറി ഓഫ് അറ്റോൺമെന്റ്, റാൻസം തിയറി ഓഫ് അറ്റോൺമെന്റ്, ക്രിസ്റ്റസ് വിക്ടർ അറ്റോൺമെന്റ്, മെമറ്റിക് തിയറി ഓഫ് അറ്റോൺമെന്റ് ആൻഡ് നോൺ വയലന്റ് അറ്റോൺമെന്റ്. ഇത്രയും ബഹളത്തിന്റെ ഇടയിലാണ് ഗ്ലോറിയസ് ഗോസ്പൽ നിൽക്കുന്നത്. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തിയറിയിലാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജീവിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ മൊത്തം ഈ തിയറിയുടെ ബേസിലാണ് വരുന്നത്. സ്തോത്രം. തിയറി കറക്റ്റ് ആയാൽ പ്രാക്ടിക്കൽ ഈസിയാ. തിയറി കറക്റ്റ് ആകാത്തിടത്തോളം കാലം പ്രാക്ടിക്കൽ ഇമ്പോസിബിൾ ആണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായ ഒരു തിയറി ഉണ്ട്, ആ തിയറിയെ മാത്രം എടുക്കുകയാണ്. അത് ആൻസലാമിന്റെ തിയറിയാണ്. ഞാൻ ഒന്ന് കട്ട് ഷോട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാം. ഐറേനിയസ് എന്ന് പറയുന്ന ചർച്ച് ഫാദറാണ് റീകാപ്പിറ്റുലേഷൻ തിയറി കൊണ്ടുവന്നത് 2ാമത്തെ നൂറ്റാണ്ടിൽ, 2nd സെഞ്ചുറിയിൽ. എന്തോന്ന്?
റീകാപ്പിറ്റുലേഷൻ തിയറി. ഈ റീകാപ്പിറ്റുലേഷൻ എന്താണെന്ന് നിങ്ങൾ പോയി വായിച്ചു പഠിക്കുക, വേറെ നിവർത്തിയില്ല, എഴുതി വെക്കുക. ഗ്രിഗറി കൊണ്ടുവന്നതാണ് റാൻസം തിയറി. ആൻസലം കൊണ്ടുവന്നതാണ് സാറ്റിസ്ഫാക്ഷൻ തിയറി. അബെലാർഡ്സ് എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നാണ് മോറൽ ഇൻഫ്ലുവൻസ് തിയറി അല്ലെങ്കിൽ ഗവൺമെന്റ് തിയറി ഓഫ് അറ്റോൺമെന്റ്. ജോൺ കാൽവിൻ കൊണ്ടുവന്നാണ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്. അൺഫോർച്ചുനേറ്റ്ലി 21st സെഞ്ചുറിയിൽ ഏറ്റവും കൂടുതൽ പ്രിവെയിലിംഗ് ആയിരിക്കുന്നത് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് ആണ്. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന വിഷയത്തെ ആ റൈച്ചസ്നെസിന്റെ ബേസിൽ ഞാൻ തന്നെ 55 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. 50 CD അവൈലബിൾ ആണ്. പക്ഷെ ഒരൊറ്റ ആൾക്കും ഞാൻ തരത്തില്ല, കാരണം നിങ്ങളെ ചതിക്കാൻ എനിക്ക് താല്പര്യമില്ല. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്. ഈ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന് പറയുന്നതിനകത്ത് പീനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുമ്മാ പറ. പീനൽ പെട, പണിഷ്മെന്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പകരം. അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത്രേ ഉള്ളൂ. അതായത് പകരത്തിന് ശിക്ഷ അനുഭവിച്ചിട്ട് കിട്ടുന്ന, എന്നോടുള്ള കലി കാരണം ആരുടെ പുറത്ത് അടി കൊടുത്തു? കർത്താവിനിട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഐ ലവ് യു എന്ന് എന്നോട്. ഇതാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്ന സുവിശേഷം. അതായത് എന്നോട് ഭയങ്കര ലവ് ആണ്, എന്നെ തല്ലാൻ വയ്യ, അതുകൊണ്ട് തല്ലാർക്ക് കൊടുത്തു, ബംഗാളിക്കിട്ട് തല്ലി കൊടുത്തിട്ട് എന്നെ നോക്കിയിട്ട് ഐ ലവ് യു പറഞ്ഞു. നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിൽ വ്യാപരിക്കുന്ന 99% ഗോസ്പലിന്റെ ബേസ് ഇതാണ്. എന്റെ ദേഷ്യം, എന്നോടുള്ള കോപം യേശുവിനിട്ട് കൊടുത്തിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഐ ലവ് യു മൈ സൺ. അടുത്ത ചോദ്യം, ഹൗ ക്യാൻ ഐ ലവ് ദീസ് ടൈപ്പ് ഓഫ് ഗോഡ്? ഇറ്റ് ഈസ് ഇംപോസിബിൾ. പ്രൈസ് ദി ലോർഡ്. ഒന്നും മനസ്സിലായില്ലെന്നറിയാം, എന്നാലും പറഞ്ഞു പോവാം. ശരി. സിൻ എന്ന് പറയുന്നത് 2 നില. ഒന്ന് പണിഷ്മെന്റ് ആകണം, 2 ഹീൽ ആവണം. ഹല്ലേലൂയ. സിൻ എന്ന് പറയുന്നത് ഒന്ന് പണിഷ് ചെയ്യണമെന്ന് പറയുന്നു, അടുത്ത ആൾ പറയുന്നു, ബൈബിൾ പറയുന്നു അതിനെ സൗഖ്യപ്പെടുത്തണം. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് പറയുന്നു അതിന് ശിക്ഷ കൊടുക്കണം. 2 നിലയിൽ ഇത്രയും മാത്രമേ, എല്ലാ തിയറിയും വിട്ടിട്ട് ഇത്രയും കൊണ്ടുവരാം. ബൈബിൾ പറയുന്നു പാപം ഒരു രോഗമാണ്. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് പറയുന്നു ആ പാപത്തിന് ശിക്ഷ വേണം. നിങ്ങളുടെ കുഞ്ഞ് രോഗിയായി പനി പിടിച്ചാൽ ആശുപത്രിയിലേക്ക് ചെന്നാൽ ഡോക്ടർ അവനെ ചൂരവടി എടുത്തടിക്കൂ. എന്തിനാടാ ചൂടായത്? എന്താ 98 ഡിഗ്രി അല്ലേടാ ചൂട്? നിനക്ക് 104 ആകാൻ കാരണം എന്തെന്ന് പറഞ്ഞ് അടി കൊടുക്കൂ. സിക്നെസ്സിന് മറുപടി ഹീലിംഗേ ഉള്ളൂ. രോഗം എന്നത് പാപം എന്നത് രോഗമായിട്ടാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് രോഗത്തിന് പണിഷ്മെന്റ് അല്ല മാർഗം, രോഗത്തിന് ചികിത്സയാണ് മാർഗം. പ്രൈസ് ഗോഡ്. ഞാൻ ആൻസലാമിന്റെ ഈ പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്താന്ന് ജസ്റ്റ് ഒറ്റ വാക്കി പറയാൻ പോവാം. ഇത് നിങ്ങൾ ചുമ്മാ നോട്ട് ചെയ്ത് വെച്ചോ. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ പകരത്തിന് മരിക്കുക. എന്റെ ശിക്ഷ യേശുവിന്റെ മേലായി. നിങ്ങൾ ഇത് വിശ്വസിച്ചാലും ഇല്ല, ഇത് തന്നെ ഇവിടെ പ്രസംഗിക്കുന്നത്. എന്റെ ശിക്ഷ യേശുവിന്റെ മേലായതിനാൽ എന്റെ മേൽ രക്ഷ വന്നു. അങ്ങനല്ലേ? എന്റെ രോഗം യേശു എടുത്തതിനാൽ ഞാൻ സൗഖ്യമായി. എന്റെ ശാപം അവന്റെ മേൽ ആയതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ദിസ് ഈസ് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ്. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് പ്രസംഗിക്കപ്പെട്ടാലുള്ള ദൂഷ്യങ്ങൾ പറയാൻ പോവാം. ഒന്ന്, പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ കോംപ്രമൈസസ് ദ ഡൈറ്റി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് പുട്ട് എ സ്പ്ലിറ്റ് ഇൻ ദ ട്രിനിറ്റി. നിങ്ങൾക്ക് ആർക്കും യാതൊരു പ്രശ്നമില്ല ഇത് പറഞ്ഞിട്ട്, കാരണം അത് ട്രിനിറ്റിക്കേ ഉള്ളൂ പ്രശ്നം. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുകയും തൃത്വത്തെ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ തൃത്വം ഒരിക്കൽ പോലും സ്പ്ലിറ്റഡ് ആകാത്തത് കൊണ്ട് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ അറ്റോൺമെന്റിന് ദൈവത്തിന്റെ സന്നിധിയിൽ സ്ഥാനമില്ല. 2, വിത്ത് പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഗോഡ് ഈസ് ബൗണ്ടഡ് ബൈ നെസസിറ്റി. പറഞ്ഞങ്ങ് പൊക്കോട്ടെ. പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ misunderstand the Old Testament sacrifices.
Penal substitution misunderstand the word justice. നേരത്തെ അച്ഛൻ പറഞ്ഞു love and justice. Penal substitution atonement misunderstand the word justice. Penal substitution misunderstands the word propitiation, പ്രായശ്ചിത്തം എന്ന വാക്കിനെ തെറ്റിദ്ധരിക്കുന്നു. With penal substitution God does not show unconditional love. Penal substitutionന്റെ ബേസിൽ ദൈവത്തിന് ഒരിക്കലും അൺകണ്ടീഷണൽ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം ദൈവം നിൽക്കുന്നത് പിതാവിന്റെ സ്ഥാനത്തല്ല, ജഡ്ജിയുടെ സ്ഥാനത്താണ്. With penal substitution God does not truly forgive. Amen. Penal substitution അകത്ത് യഥാർത്ഥ forgiveness ഇല്ല. മറുപടി, എനിക്ക് 1000 രൂപ ഞാൻ കടപ്പെട്ടിരിക്കുന്നു ആ പ്രിയ ബ്രദറിനോട്. 1000 രൂപ എനിക്ക് പകരം സജിത് ബ്രദർ പോയി കൊടുത്തു, എനിക്ക് ക്ഷമ കിട്ടി എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. എന്റെ കടം ഒരാൾ വീട്ടിയാൽ പിന്നെ എനിക്ക് ക്ഷമ വേണോ? ചുമ്മാ തല ഉപയോഗിക്കുക. എല്ലാവർക്കും ഐൻസ്റ്റീൻ്റെ അത്രയും തലയുള്ളൂ. എന്റെ കടം ഒരാൾ വീട്ടിയിട്ട് എനിക്ക് ക്ഷമ വേണോ? കടം വീട്ടുമ്പോഴേ ക്ഷമയ്ക്ക് അർത്ഥമില്ലല്ലോ. എന്റെ പാപത്തിന്റെ കടം വീട്ടപ്പെടുകയല്ല ചെയ്തത്, എന്റെ പാപം ക്ഷമിക്കപ്പെടുകയാണ് ചെയ്തത്. Penal substitution നകത്ത് God does not truly forgive. With penal substitution God changes. ദൈവത്തിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. Penal substitution makes the resurrection unnecessary. Penal substitution makes incarnation unnecessary. One person cannot be punished for another. Penal substitution undermines union with Christ. Penal substitution was absent from the entire church, both the east and west, for at least 1000 years. 1000 വർഷത്തോളം വെസ്റ്റിലും ഈസ്റ്റിലും പീനൽ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ലോകം ആദ്യത്തെ 1000 വർഷം കേട്ടുകേൾവിയില്ലാത്തതാണ്. ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ സുവിശേഷത്തിന്റെ പന്തലിൽ പാത്രങ്ങളിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അർത്ഥം, ആദ്യത്തെ 1000 വർഷങ്ങൾ ക്രൈസ്തവ സഭയിൽ കേട്ടുകേൾവിയില്ലാത്ത സന്ദേശം ഇന്നത്തെ പ്രസംഗവേദിയുടെ നട്ടല്ലായി നിൽക്കുമ്പോൾ അതിനെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ജനറേഷൻ എഴുന്നേറ്റേ പറ്റൂ എന്നത് യാഥാർത്ഥ്യമാണ്. We need to go back to the early church faith. ശരി, ഇത്രയൊക്കെ പറഞ്ഞു. What is penal substitution atonement? Penal substitution എന്ന് പറഞ്ഞാൽ പകരത്തിന് മരിക്കുക എന്ന്. നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ് ജസ്റ്റിസ്. ഇവിടെ പ്രിയ ബ്രദർ പറഞ്ഞ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ വരാം. ഒരു ഭാഗത്ത് ദൈവം സ്നേഹവാൻ, മറുഭാഗത്ത് ദൈവം നീതിമാൻ. എല്ലാവരും ഉറക്കപ്പറ, സ്നേഹവാൻ, നീതിമാൻ. ഇത് തമ്മിൽ ഒരിക്കലും ആര് പറഞ്ഞു ചേരൂല എന്ന്? ആൻസലാമും അവന്റെ പിള്ളേരും പറഞ്ഞു, പക്ഷെ ബൈബിൾ പറഞ്ഞു ചേരുമെന്ന്. വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? സങ്കീർത്തനം 85ന്റെ 10ാം വാക്യം എടുത്ത് പെട്ടെന്നൊന്ന് വായിക്കുവോ? സങ്കീർത്തനം 85ന്റെ 10ാം വാക്യം. നീതി, റൈച്ചസ്നെസ് ആൻഡ് പീസ് എന്തോ ചെയ്തിരിക്കുന്നെന്നാ? ചുംബിച്ചെന്ന്. സമാധാനവും നീതിയും തമ്മിൽ ചുംബിക്കും, അവർ തമ്മിൽ വഴക്കില്ല. So God's peace and God's righteousness will kiss each other. There is no controversy, there is no അടി അവരുടെ ഇടയിലില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമാധാനത്തെ കെടുത്താൻ ദൈവത്തിന്റെ നീതിക്ക് പറ്റില്ല. ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു, അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു, ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. എവിടെ തുടങ്ങിയാലും എവിടെ നിർത്തണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, പറ്റുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന് പറയാം, ശാന്തമായിട്ട് പറയാം. പാപം എന്നത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ മനുഷ്യന് വന്ന രോഗമാണ്. ഇത് മനസ്സിൽ വെക്കുക. ആ രോഗത്തിന് പണിഷ്മെന്റ് അല്ല മറുത്തരം, അതിന്റെ മറുത്തരം സൗഖ്യമാണ്. യേശു ക്രിസ്തു പകരം മരിച്ചാൽ
എനിക്ക് വരുന്നത് സൗഖ്യമല്ല. സ്തോത്രം. യേശു ക്രിസ്തു അവന്റെ മരണത്തിൽ എന്നെയും കൂടെ പങ്കാളിയാക്കിയത് കൊണ്ട് അവന്റെ മരണത്താൽ എനിക്ക് വന്നത് എന്റെ ജീവിതത്തിന് ടോട്ടൽ സൗഖ്യമാണ്. ആമേൻ. എന്റെ പകരക്കാരനായി മരിച്ചാൽ nothing will happen to me. അതൊരു ജുഡീഷ്യൽ ആക്ട് പോലും, ബട്ട് ഈവൻ ജുഡീഷ്യൽ ആക്ടും അത് അംഗീകരിക്കത്തില്ല. സോ സിൻ എന്ന് പറയുന്നത് രോഗമാണ്. സിൻ എന്ന് പറയുന്നത് ഒരിക്കലും ക്രൈം അല്ല. ഹല്ലേലൂയ, സ്തോത്രം. സിൻ എന്ന് പറയുന്നത് ക്രൈം അല്ല. സിൻ എന്ന് പറയുന്നത് സിക്നെസ് ആണ്. ഒരു മനുഷ്യൻ രോഗിയാകുന്നെങ്കിൽ അവനെ ചികിത്സിക്കണം. അതത്രേ യേശു ക്രിസ്തു നമുക്ക് വിഭാവന ചെയ്ത സൗഖ്യം. ഇനി നമ്മൾ ജസ്റ്റിസ് എന്ന വാക്കിനെ ഒന്ന് മനസ്സിലാക്കിയാൻ പോണം. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? നിങ്ങൾ അറിയുമോ, ഈ ന്യായവിധി എന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുന്നത്? ന്യായവിധി. നിങ്ങളൊന്ന് പറഞ്ഞ, ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാം മലയാളികളെ, ന്യായവിധി, ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? അതല്ലേ ഉള്ളൂ നമ്മുടെ ചിന്ത. പക്ഷേ വേദാസത്തിൽ സങ്കീർത്തനത്തിലൊക്കെ പറയുന്നുണ്ട്, ദൈവമേ നിന്റെ ന്യായവിധിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. സ്തോത്രം. They are celebrating the justice and the judgment of God. നമ്മുടെ ഈ കൊച്ചു മനസ്സിൽ, വീണുപോയ മനസ്സിൽ, ആ മെന്റാലിറ്റിയിൽ, റിന്യൂഡ് ആകാത്ത മനസ്സിൽ ജഡ്ജ്മെന്റ് എന്ന് കേട്ടാൽ ഉടനെ നമുക്ക് തോന്നുന്നത് വെള്ള സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തി തീയും ഗന്ധകത്തിലേക്ക് എടുത്ത്, തീയും ഗന്ധകത്തിൽ ആരെയൊക്കെ ഇടുന്നത്? മരണത്തെയും. അടുത്തൊരു ചോദ്യം, ഈ മരണം എന്ന് പറഞ്ഞാൽ തീയും ഗന്ധകത്തിൽ കത്തുന്ന വിറകാണോ? അറിയാമേ ചോദിക്കുക. മരണം എന്നത് കത്തിക്കാൻ പറ്റുമോ? പാതാളം എന്നത് കത്തിക്കാൻ പറ്റുന്ന ഒന്നാണോ? പിന്നെന്തിനാ ഇതൊക്കെ വിശ്വസിക്കുന്നത്? വീട്ടിലെ വിറക് കത്തിക്കുന്നതിനെ കുറിച്ച് അറിയാത്ത നിങ്ങൾ മരണവും പാതാളവും തീപ്പൊയ്കെ കത്തും എന്ന് വിശ്വസിച്ചിരിക്കുക. ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് മനുഷ്യന്റെ കണ്ണിൽ ന്യായവിധി എന്ന് പറഞ്ഞാൽ ഉടനെ തീ കത്തിക്കുക. വിശുദ്ധ ബൈബിളിന്റെ കോൺസെപ്റ്റിൽ ന്യായവിധി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ പഴയ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നാണ്. സ്തോത്രം. അതിനിങ്ങനെയാ പറയുന്നത്, റിട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ആൻഡ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. എന്തോന്ന് ജസ്റ്റിസ്? റിട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പകരത്തിന് കണ്ണിന് കണ്ണ്. നിങ്ങൾക്കറിയാമോ, ഇത് ദൈവം തമ്പുരാൻ ഈ ബൈബിളിൽ പറഞ്ഞിട്ടില്ല എന്ന് ഇപ്പൊ ചോദിക്കും. പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് ഈ ജീവിതം കൊണ്ട് വീണപ്പോൾ മനുഷ്യന്റെ ആദ്യത്തെ പ്രകടനം പറ. മനുഷ്യന് വീണ് പോയതിന്റെ ഉടനെ അവന്റെ റെസ്പോൺസ് എങ്ങനായിരുന്നു? ചുമ്മാ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അതായത് മനുഷ്യൻ വീണ ഉടനെ മനുഷ്യനിൽ നിന്ന് വന്ന റെസ്പോൺസ്, ഭയം വന്നു, ഓടി ഒളിച്ചു, ഇല്ലേ? പേടിച്ചു, ഓടി ഒളിച്ചു. അടുത്തത്, ദൈവം വന്നപ്പോൾ മനുഷ്യൻ എങ്ങനെയാ പ്രതികരിച്ചത്? ആരെങ്കിലും പറ. ദൈവം വന്നപ്പോൾ എങ്ങനെയാ മനുഷ്യൻ പ്രതികരിച്ചത്? നഗ്നനാന്ന്. അവൻ നഗ്നനാന്ന് പറഞ്ഞല്ലോ. നീ എന്താ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എന്ത് പറഞ്ഞേ? നീ എനിക്ക് കൂടെ ഇരിക്കാൻ തന്ന ഈ പെണ്ണ് തന്നതാണ്, ഞാൻ തിന്നതാണ്. അപ്പം വീണതിന്റെ ആദ്യത്തെ, ശ്രദ്ധിക്കണം, വീണ് പോയതിന്റെ ആദ്യത്തെ തെളിവ് ന്യായീകരിക്കാൻ തുടങ്ങും, മറ്റൊരാളെ കുറ്റം പറയാൻ തുടങ്ങും. അക്യൂസേഷൻ ആണ് വീണതിന്റെ ആദ്യത്തെ തെളിവ്. സ്തോത്രം. മനസ്സിലായോ? സ്തോത്രം. അക്യൂസേഷൻ എവിടെ വന്നാലും തൊട്ടടുത്ത് വയലൻസ് വരും. അക്യൂസേഷന്റെ റിസൾട്ട് ആണ് വയലൻസ്. വയലൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് സാക്രിഫൈസ്. ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കുക. സിൻ വന്നപ്പോൾ ആദ്യം മനുഷ്യൻ എന്തോന്നു? അക്യൂസേഷൻ. എങ്ങനെ അക്യൂസ് ചെയ്തേ? ആദാമിനോട് ചോദിച്ചു, പറഞ്ഞു സ്ത്രീയാ തന്നെ.
സ്ത്രീയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പാമ്പാ തന്നെ. പാമ്പ് ആർക്കും പറയാനില്ലാത്തതുകൊണ്ട് പുള്ളി അതുപോലെ ഇഴഞ്ഞു നടക്കുക. പാമ്പ് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്ന അയാളെ കുറ്റം പറഞ്ഞതിന്. അക്യൂസേഷന്റെ റിസൾട്ട് എന്താണ്? വയലൻസ്. ബൈബിളിൽ എവിടുന്നാ വയലൻസ് വന്നേ? അക്യൂസേഷൻ. നിങ്ങൾ വീട്ടിൽ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കൂടെ അക്യൂസ് ചെയ്ത് നോക്ക്, അത് അവസാനിക്കാൻ പോകുന്നത് വയലൻസിലായിരിക്കും. എല്ലാ വയലൻസിന്റെയും ആരംഭം അക്യൂസിംഗ് ആണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ സാത്താൻ എന്ന് പറയുന്ന ആളിന്റെ പേര് അക്യൂസർ എന്നാണ്. സാത്താൻ എന്ന് പറഞ്ഞാൽ 2 കൊമ്പും 1 വാലും വാലിന്റെ അഗ്രത്ത് ശൂലവും ഉള്ള ഒരാളല്ല. സ്തോത്രം. സാത്താൻ അതല്ല. സാത്താൻ ഇതിനകത്ത് സാത്താൻ ഇരിക്കാൻ പറ്റും. മിക്കവാറും ഇതിനകത്ത് സാത്താൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നവന്റെ പേരാ സാത്താൻ. അക്യൂസ് ചെയ്യുന്ന, മറ്റൊരാളെ അക്യൂസ് ചെയ്യുന്നവനാണ് സാത്താൻ. അല്ലാതെ സാത്താൻ എന്നൊരു സൂത്രം ഇവിടെങ്ങുമില്ല. സാത്താൻ എന്നൊരു സൂത്രം ഉണ്ടെങ്കിലേ ചിലർക്ക് ജീവിക്കാൻ പറ്റൂ. ചിലർ ചോദിക്കാറുണ്ട് ദൈവം എന്തുകൊണ്ട് സാത്താനെ സൃഷ്ടിച്ചു? ദൈവം സാത്താനെ സൃഷ്ടിച്ചില്ല. ചിന്തിക്കാനിടുക. ചോദ്യങ്ങൾ വരുവാണെങ്കിൽ ആൻസർ തന്നോളാം. ശരി, ഇത് അക്യൂസേഷൻ വന്ന ഉടനെ മനുഷ്യൻ എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാം. വീണപ്പോഴാണ് അക്യൂസേഷൻ വന്നു. അക്യൂസേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സാക്രിഫൈസ്. ലിസൺ, സാക്രിഫൈസ്, this is very important. Sacrifice is a type of violence. Amen. Sacrifice എന്ന് പറഞ്ഞാൽ എന്താണ്? വയലൻസ് ആണ്. ഒരു നിർമ്മലമായിട്ട് മൃഗത്തെ കൊണ്ടുവന്ന് ദാക്ഷിണ്യമില്ലാതെ അതിന്റെ കഴുത്തറുത്ത് അതിന്റെ സ്കിന്നെല്ലാം കൂടെ വലിച്ചുരിഞ്ഞ് കണ്ണം കണ്ടമായിട്ട് മുറിച്ച് ഒരു തീക്കകത്തിട്ട് ചുടുന്നത് ആരാധന എന്ന് നമ്മൾ പറയും. യഥാർത്ഥ ചിത്രത്തിൽ അത് വയലൻസ് ആണ്. എന്തായാലും മിണ്ടാത്തെ? നമ്മൾ പറയും ഓ പ്രൈസ് ദി ലോർഡ്, നിന്റെ യാഗത്തിൽ നിന്ന് പുക ദൈവത്തിന്റെ ഇടയിലേക്ക് ഉയരുകയാണ്, ഇപ്പോൾ തേജസ് വെളിപ്പെടാൻ പോവാ. വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് എന്താ? ഒരു കുറ്റവും ചെയ്യാത്ത ഒരു മൃഗത്തെ കൊണ്ടുവന്ന് അതിന്റെ കഴുത്തും വെട്ടി അതിന്റെ തോല് ഉരിച്ച്, അങ്ങനെ കത്തിക്കത്തില്ല, കണ്ണമായിട്ട് മുറിച്ച് അതിന്റെ വയറ് പിളർന്ന് അകമെടുത്ത് അതിനെ ശരിയാക്കി അടുക്കി വെച്ച മരത്തിന്റെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് തീയിട്ട് കത്തിക്കുമ്പോ തൃപ്തി. ദൈവമാണോ സാക്രിഫൈസ് കൊണ്ട് തൃപ്തനാകുന്നത്? മനുഷ്യനാണോ? കർത്താവിന് സ്തോത്രം. ചില ആളുകൾ വിചാരിക്കാറുണ്ട് ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീട്ടിലെ പൂച്ചയോ പട്ടി അങ്ങനെ ഒന്ന് കത്തിച്ചു നോക്ക്, അതിന് മണം വരുവോ അതോ നാറുവോ? അല്ലെങ്കിൽ മാംസം കത്തിയാൽ സുഗന്ധമോ നാറ്റമോ? നമ്മൾ പ്രസംഗിച്ച് ദൈവം തമ്പുരാനെ എങ്ങനെ ആക്കി? ഇത് കത്തുമ്പോ നമ്മൾ ചില ബൈബിൾ വാക്യങ്ങൾ അങ്ങനെ ഉണ്ട്, അതിന്റെ ഗന്ധം ദൈവം ശ്വസിച്ചു. ദൈവം എന്താ ചുടുകാട്ടി കുത്തിയിരിക്കുകയാണോ ശവത്തിന്റെ ഗന്ധം എടുക്കാൻ? നിങ്ങൾക്കറിയാമോ, വയലൻസ് ദൈവത്തിനില്ല, പാപം ദൈവത്തിനില്ല, അക്യൂസേഷൻ ദൈവത്തിനില്ല, വയലൻസ് ദൈവത്തിനില്ല. ഇത് മൂന്നുമുള്ളത് മനുഷ്യനാണ്. ഈ മനുഷ്യൻ തൃപ്തനാകുന്നത് ഒരു നിരപരാധിയായ മൃഗം കൊല്ലപ്പെട്ട് കത്തുമ്പോഴാണ്. സാക്രിഫൈസ് ഒരിക്കലും ദൈവത്തിന് തൃപ്തി വരുത്താനുള്ളതല്ല. സാക്രിഫൈസ് മനുഷ്യന്റെ വയലൻസിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യാനാ? തമ്പുരാൻ ഇറങ്ങി വന്നപ്പോ ഇത് അലോ ചെയ്തു. അങ്ങനെയും കത്തിച്ചെങ്കിൽ ശരിയാവട. എല്ലാവരും ഉണ്ടോ ഇവിടെ? ശരി, അങ്ങനെ മനുഷ്യന് യാഗം നടത്തി. ദൈവം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു, സ്തോത്രം, അങ്ങനെയും നീ സ്വസ്ഥനാകും. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ കായൻ ഒരുത്തനെ കൊന്നു, ഹാബേലിന്റെ കായന്റെ കുടുംബത്തിൽ 7ാമത്തെ വംശാവലിയിൽ ഒരുത്തൻ വന്നു. അവന്റെ പേര് ലാമേക്ക്. അവൻ വന്നിട്ട് പറഞ്ഞു 2 ഭാര്യമാരെടുത്തു. ഒരുത്തിക്ക് ആദ എന്ന് പേര്, മറ്റൊരുത്തിക്ക് സില്ല എന്ന് പേര്. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ എൻ്റെ മുറിവിന് വേണ്ടി ഒരു പുരുഷനെയും എൻ്റെ മുറിവിന് വേണ്ടി ഞാൻ ഒരു പുരുഷനെ കൊല്ലും. കായനോട് ദൈവം പകരം ചോദിച്ചെങ്കിൽ ലാമേക്കിനോട് ദൈവം
7 ഇരട്ടി പകരം ചോദിക്കും. അപ്പൊ മനുഷ്യന്റെ വയലൻസ് നേച്ചർ എങ്ങാനായി? 7 ഇരട്ടിയായി. മനുഷ്യന്റെ സ്വഭാവം പറഞ്ഞേ, തന്റെ സ്വന്തം സഹോദരിയായ പേരെന്താ, ദീനാമ ഇല്ലേ, യാക്കോബിന്റെ 13ാമത്തെ മോള് ദീനായെ പിടിച്ച് നാട്ടുകാര് വഷളാക്കി. ഈ യുവമാരുടെ ബുദ്ധി നോക്കിയോണം, എല്ലാവരോടും മതപരിവർത്തനം നടത്തിയെന്ന്. എങ്ങനെ മതപരിവർത്തനം നടത്തി? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പട്ടണം എല്ലാം കൂടെ ഞങ്ങളുടെ മതത്തിൽ ചെയ്യുന്നാൽ ഞങ്ങളുടെ പെണ്ണിനെ നിനക്ക് കേട്ടവാദി കേൾക്കാതെ വാദി അല്ല, ചെറുപ്പക്കാരും മാമ്പിള്ളാരും വലിയവരും മൂർഖന്മാരും എല്ലാം മതത്തിൽ ചേർന്ന് എങ്ങനെ അഗ്രചർമ്മ പരിചോദന ചെയ്ത് മതത്തിൽ ചേർന്നു. ഇമാരെല്ലാം കൂടെ ഈ വേദന പിടിച്ചോണ്ട് വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ കാണാം ഷിമയും ലേവിയും കൂടെ കത്തിയും വാളും എടുത്തോണ്ട് ഈ പാവങ്ങളുടെ മക്കിട്ട് കയറി മൊത്തത്തിനും കൊന്നു. ഇതായിരുന്നു ന്യായപ്രമാണത്തിന്റെ നീതി. ഇവരെയൊക്കെ നമ്മൾ സഭയിലെ ബൈബിളിലെ പിതാക്കന്മാർ എന്ന് വിളിക്കുന്നത്. സ്തോത്രം. ഒരു കൂസലും ഇല്ല. പാവങ്ങളുടെ മെക്കിട്ട് കെട്ടി. എടാ, അവരെല്ലാം അത് കേട്ടു, ഞങ്ങളുടെ മതത്തിൽ ചേർന്നോളാം. കലി തീർന്നില്ല. ഈ ജനതയെ രക്ഷിക്കാൻ എന്ത് ചെയ്യും ദൈവം? സ്നേഹം പറഞ്ഞു കൊടുത്ത ഇവന്മാർ ദൈവത്തെ കൊല്ലും. പെതുക്കെ 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 കൊണ്ടുവരിക. അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ഒരുത്തനെ വിളിച്ചു, അവൻ്റെ പേര് അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, വാ എന്ന് വിളിച്ചു. അവസാനം പുള്ളി വരുമ്പോൾ പുള്ളിയുടെ സ്വഭാവം എവിടെ ചെന്നാലും യാഗം നടത്തും. നമ്മൾ അതിനകത്ത് അങ്ങ് കൈയടിക്കുക, യാഗം നടത്തുന്നെന്ന്. നമ്മൾ ഇന്നും യേശുവിന്റെ യാഗത്തിൽ തൃപ്തരല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നും അബ്രഹാം യാഗം നടത്തി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈസ് ദി ലോർഡ് പറയും. ദൈവം അബ്രഹാമിന്റെ നേച്ചറിലേക്ക് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. അവസാനം ഇങ്ങനെ പോയാൽ ശരിയാവൂല എന്ന് മനസ്സിലാക്കി 22ാമത്തെ അധ്യായം വന്നപ്പോൾ തന്റെ മകനായ ഇസഹാക്കിനെ യാഗം നടത്താൻ ആവശ്യപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും അറിയാം. അവനെ കൊണ്ടുപോയി മോറിയയുടെ ദേശത്ത് ഞാൻ കാണിക്കുന്ന മലയുടെ മുകളിൽ യാഗം നടത്തണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പോവുകയാണ്, തീയും കത്തിയും ഉണ്ട്, ചെറുക്കനെ കുടിച്ചോണ്ട് പോകുന്ന വഴി ഇങ്ങനെ പറയുന്നു. അപ്പനോട് മോൻ ചോദിക്കുന്നു, അപ്പാ തീയും ഉണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ഈ യാഗത്തിന്റെ മൃഗം. അപ്പം പറഞ്ഞു, ഗാഡ് വിൽ പ്രൊവൈഡ്, ദൈവം കരുതിക്കോളും എന്ന് പറഞ്ഞ സ്വന്തം മോന്റെ കഴുത്ത് വെട്ടാൻ പോകുമ്പോൾ കള്ളം പറയുക. അബ്രഹാം അവിടെ സത്യമാണെന്ന് പറഞ്ഞ കള്ളാന്ന് പറഞ്ഞേ. അബ്രഹാം 22ാമത്തെ അധ്യായത്തിൽ ഇസഹാക്കിനെ നോക്കിയിട്ട് പറഞ്ഞത് കള്ളത്തരവാണ്. എന്തോ കരുതുന്നു യഹോവ? എല്ലാവരും എന്നെ നോക്കുക. നേരെ മുകളിൽ കൊണ്ടുപോയി മകനെ ഇങ്ങോട്ട് യാഗപീഠത്തിലോട്ട് കിടത്തി കെട്ടി കത്തിയെടുത്തു. കഴുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് പറഞ്ഞു? തൊട്ടുപോരെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിന്റെ ദേവന്മാർ, നീ നേരത്തെ സേവിച്ച ദേവന്മാർക്കെല്ലാം ബലിയും വേണം, രക്തവും വേണം, യാഗവും വേണം, പക്ഷെ എനിക്കത് വേണ്ട. മനസ്സിലാന്നോ? ഇസഹാക്കിന്റെ യാഗത്തെ വിലക്കാൻ കാരണം നിന്നോട് ഇത് താഴ്വരെ വെച്ച് പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ല. ബലിപീഠത്തിൽ തന്റെ പുത്രനെ കൊണ്ടുവന്ന് യാഗം വിലക്കിയിട്ട് ദൈവം വ്യക്തമാക്കി, എനിക്ക് ജാതീയ ദേവന്മാരെ പോലെ ബലിയിൽ താല്പര്യമില്ല. ഞാൻ ബലി ആവശ്യപ്പെടുന്ന ദൈവമല്ല, മറിച്ച് നിനക്ക് വേണമെങ്കിൽ ഒരു ബലിയെ ദാനം തരുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ബലി വേണ്ട, നിനക്ക് വേണമെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഇതിന്റെ ഒറിജിനൽ പിക്ചറാണ് ക്രൂഷ്യൽ. എനിക്ക് മൃഗബലി വേണ്ട, എനിക്ക് രക്തച്ചൊരിച്ചിൽ വേണ്ട, എനിക്കതിന്റെ ഗന്ധം വേണ്ട, പക്ഷെ നിനക്കത് വേണം. നിനക്കത് വേണമെങ്കിൽ അത് തരാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഏകജാതനായ പുത്രനെ നിനക്ക് ബലിയാക്കാൻ വേണ്ടി ഞാൻ തരാം. That means God did not demand sacrifice. Amen. ഹല്ലേലൂയ. വാക്യങ്ങളൊന്നും എടുക്കാറ്. ജെറമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ ഞാൻ അവരോട് ആ ബലി ചോദിച്ചോ? ദൈവത്തിന്റെ ഹൃദയം അറിയാവുന്ന ദാവീദ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഹനനയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല എന്ന് പറഞ്ഞാൽ ഹനനയാഗോ ഹോമയാഗവും നിനക്ക് താല്പര്യമില്ല. സ്തോത്രം. അപ്പം യേശുവിന്റെ യാഗം എന്തിനാ? ക്രൂഷ്യൽ. നിർത്തുക. യേശുവിന് എന്തിനാ യേശു മരിക്കണം? യേശുവിനെ കൊന്നത് ദൈവമാണോ മനുഷ്യനാണോ? മറുപടി വാ. യേശുവിന്റെ മേൽ വെളിപ്പെട്ടത് ദൈവകോപമാണോ മനുഷ്യകോപമാണോ? ലൈവ് ഒത്തിരി ഗുണപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം.
യേശുവിന്റെ മേൽ വെളിപ്പെട്ടത് ദൈവക്രോധമല്ല, മനുഷ്യക്രോധമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തന്റെ ഏകജാതനായ പുത്രനിൽ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം. വാസ്തവത്തിൽ അങ്ങനാണോ ഇപ്പോഴത്തെ തിയറി അനുസരിച്ച് പ്രസംഗിക്കേണ്ടത്? PSA അനുസരിച്ച് എങ്ങനെ പറയണമെന്നറിയോ? തന്റെ ഏകജാതനായ ദൈവം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന്റെ മേൽ ദേഷ്യവും കോപവും വെളിപ്പെടുത്തത്തക്ക വണ്ണം മനുഷ്യജാതിയോട് ദേഷ്യമുള്ളവനായിരുന്നു. That's not the true gospel. The true gospel, ദൈവത്തിന്റെ റാത്ത് മനുഷ്യന്റെ മേ വന്നതല്ല, മനുഷ്യന്റെ റാത്ത് യേശുവിന്റെ മേ വന്നതാണ്. സത്യത്തിൽ ആദാമിന്റെ കയ്യിലോട്ട് ആര് വിട്ടുകൊടുത്തു? മൃഗത്തെ അറുക്കുന്ന, തോലുരിക്കുന്ന, കണ്ണം കണ്ട മുറിക്കുന്ന, അതിൽ തൃപ്തനാകുന്ന മനുഷ്യന്റെ കയ്യിലോട്ട് പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവനെ കൊന്നു, അവർ അവനെ അടിച്ചു, അവനെ നോവിച്ചു, അവന്റെ രോമത്തെ വലിച്ചു പറിച്ചു, അവന്റെ മുതുക ഉഴവുചാല് പോലെ കീറി. ഒരു മനുഷ്യകുലത്തിന് ദൈവത്തിന്റെ മേലുള്ള മൊത്ത കോപവും യേശുവിന്റെ മേൽ കാണിച്ചു. അടുത്ത ചോദ്യം, ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവാം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യം നിങ്ങൾ ആരെയാ കുറ്റം പറയുന്നത്? സത്യസന്ധമായിട്ട് മറുപടി പറയണം. നിങ്ങളുടെ കുഞ്ഞ് തോറ്റുപോയി, ഉടനെ പറയും എന്നാലും എൻ്റെ ദൈവമേ. വണ്ടിയുടെ കാറ്റ് പോയി, എന്നാലും എൻ്റെ ദൈവമേ. ഗ്ലോറിയസ് ഗോസ്പലിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിനെയാണ് ഇതിനകത്ത് കയറ്റില്ല. അപ്പൊ ദൈവം ആണി കയറ്റിയെന്നാണ് നമ്മുടെ വിചാരം. എന്തെങ്കിലും ഒരു തിന്മ സംഭവിച്ചാൽ ആദ്യം ആരുടെ മേല കുറ്റം? യേശു കുരിശി മരിച്ചിട്ടും ആ സ്വഭാവം നമുക്ക് മാറിയിട്ടില്ല. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-21 വാക്യത്തിൽ പറഞ്ഞു, ഹൃദയം കൊണ്ട് നമ്മൾ ആരുടെ ശത്രുക്കളാ? ദൈവത്തിന്റെ ശത്രുക്കളാ. ദൈവത്തിന്റെ ശത്രുക്കളായ നമ്മളെ അവൻ തന്റെ പുത്രൻ മുഖാന്തരം നിരപ്പിച്ചു. കുരിശ് ദൈവത്തെ മാറ്റിയില്ല, കുരിശ് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയെ മാറ്റി. ക്രൂശിന് മുമ്പും ദൈവം മാറാത്തവൻ, ക്രൂശിന് ശേഷവും ദൈവം മാറാത്തവൻ. പക്ഷെ ക്രൂശിന് ശേഷം മനുഷ്യന് മാറ്റം വന്നു. ഈ ദൈവം ക്രൂരനായ ദൈവമല്ല, ഇവൻ സ്നേഹത്തിന്റെ ഉറവിടമാണ്. ഞാൻ വായിച്ച വാക്യം ഇങ്ങനെയാ, ദൈവം നീതിമാനും യേശുവിനെ വിശ്വസിക്കുന്നവരെ PSA അനുസരിച്ച് എങ്ങനെ അറിയാമോ? ഞാൻ പറയാം. PSA പഠിപ്പിക്കുന്ന സഭകൾ, PSA പ്രസംഗിക്കുന്ന സുവിശേഷകന്മാർ തൃത്വത്തിൽ വിശ്വസിക്കുന്നവർ അല്ല. തെളിയിക്കാൻ ഒറ്റ വാക്കി തെളിച്ച് നിർത്താം. ഇത് ഗൗരവമുള്ള കാര്യമാണ്. കാരണം ത്രിയേക ദൈവത്തിന്റെ റെവലേഷനിൽ, തൃത്വത്തിന്റെ വെളിപ്പാടിൽ PSA നിലനിൽക്കത്തില്ല. PSA നിലനിൽക്കണമെങ്കിൽ തൃത്വത്തെ മാറ്റണം. അപ്പൊ ഇന്ന് കേരളത്തിൽ പ്രസംഗിക്കപ്പെടുന്ന 99% സുവിശേഷവും PSA, penal substitution atonement. That means they are not Trinitarian. They will claim that they are Trinitarian. They are not Trinitarian because under PSA Trinity will not be valid. Hallelujah. ഒരു 3 പേര് മോർണിംഗ് ജസ്ലിമ സന്തോഷമുള്ള ഒരു ഹാമേൻ പറഞ്ഞ് ഹല്ലേലൂയ, ഗ്ലോറി. ഇത് പിതാവ്, ഇത് പുത്രൻ, ഇത് ആദം. ഹല്ലേലൂയ. ഇതാരാണ്? ആദമാണ്. ഇയാൾ പാപം ചെയ്തു, മോനെ കുഴപ്പമില്ലല്ലോ, പാപം ചെയ്ത് വീണുപോയി. ഇത് പുത്രൻ, ഇത് പിതാവ്. പിതാവിന് ആരോട് ഭയങ്കര സ്നേഹം? ഭയങ്കര സ്നേഹം. ആരോട്? ആദാമെന്ന് പറഞ്ഞാൽ അപ്പൻ അങ്ങ്. അപ്പൊ PSA പറയുന്നു, സ്നേഹം പറയുന്നു രക്ഷിക്കണം. PSA നമ്മളല്ല. PSA പറയുന്നു, സ്നേഹം പറയുന്നു രക്ഷിക്കണം. ദൈവത്തിന്റെ നീതി പറയുന്നു അടി കൊടുക്കണം. അടി കൊടുത്ത താങ്ങാനുള്ള കപ്പാസിറ്റി ഇയാക്കില്ല. സ്തോത്രം. അപ്പൊ അടി പുള്ളിക്കത് ദേഷ്യം, മറുഭാഗത്ത്
സ്നേഹം. സ്നേഹത്തിന്റെ നിറകുടമായ ദൈവത്തിന് കലിയുടെ അങ്ങേയറ്റാണ്. പി എസ് എ പറയുന്നു, ദൈവം ഒരു മാർഗം തെരഞ്ഞെടുത്തു. ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിനെ വിളിക്കുക. ഇതാ പറയാ, മോനെ ഇഞ്ഞു വന്നാട്ടെ, എനിക്ക് മനുഷ്യനുള്ള സ്നേഹം പെരുത്ത സ്നേഹമാണ്, എൻ്റെ കൽബ് നിറച്ച സ്നേഹമാണ്, എനിക്കവരെ വിടുവിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവന്മാരെ അടിക്കാൻ പറ്റത്തില്ല, എനിക്ക് സ്നേഹിക്കണം. ഒരു കാര്യം ചെയ്യ, എൻ്റെ കലി മൊത്തം ഞാൻ നിന്റെ മേ കാണിക്കാം, എൻ്റെ സ്നേഹം മൊത്തം ഞാൻ ഇവരുടെ മേ കാണിക്കാം. അങ്ങനെ പി എസ് എ പറയുന്നു, ദൈവം തന്റെ കോപം പുത്രന്റെ മേ കാണിച്ചു. സ്തോത്രം. ദൈവം തന്റെ സ്നേഹം മനുഷ്യന്റെ മേ കാണിച്ചു. ഇതാ പി എസ് എ. പക്ഷെ ഒരു പ്രോബ്ലം, ഇത് വരുമ്പോ ഈ ദൈവം നീതിമാനായിരിക്കുകയും വേണം. ഹലോ, ഉണ്ടോ എന്റെ കൂടെ? ഈ ദൈവം നീതിമാനായിരിക്കുകയും വേണം, ഈ പാപിയെ നീതീകരിക്കുകയും വേണം. രണ്ടും ഒരേ സമയം നടക്കണം. ഈ പുള്ളി നീതിമാനായിരിക്കണമെങ്കിൽ ഈ ആളെ വിട്ടാ പറ്റില്ല. സ്തോത്രം. അതായത് ഈ പിതാവായ ദൈവം നീതിമാനായിരിക്കണമെങ്കിൽ യേശുവിനെ വിട്ടാൽ അങ്ങനെ. അപ്പൊ യേശു ചോദിക്കുക, നിനക്ക് മനുഷ്യനോട് സ്നേഹം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് അടികൊള്ളണ്ടേ? അപ്പൊ യേശു ചോദിക്കുക, എനിക്ക് നീതി വേണം, ഷോ മീ ജസ്റ്റിസ്. അപ്പൻ അങ്ങോട്ട് വലിയ സ്നേഹം വന്ന പിന്നെ എന്നെ എന്തിനാ അടിക്കുന്നത്? എനിക്ക് നീതി. ആകെ കുഴഞ്ഞു. പി എസ് എക്കാരൻ കുഴഞ്ഞിട്ട് അവസാനം തീരുമാനം എടുത്തു, മോനെ ഇയാള് പുത്രനായാൽ ഇവർ രണ്ടുപേരും രണ്ടായാൽ പണി പാളും. ഇനി ഏക വഴിതേ ഉള്ളൂ, പഠിപ്പിക്കുക. പിതാവായ ദൈവം മനുഷ്യനെ രക്ഷിക്കാൻ പുത്രനായി മാറി. കിട്ടിയോ? എ എന്ന ദൈവത്തിന് സിയോടുള്ള പ്രേമം കാരണം ബി എന്ന രണ്ടാമത്തെ ആളിനെ അയക്കാതെ എ എന്ന ദൈവം സിയെ രക്ഷിക്കാൻ ബി എന്ന രണ്ടാമനായി വേഷം മാറി. ഇത് ട്രിനിറ്റി അല്ല, ഇത് മോഡലിസം. പി എസ് എ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ട്രിനിറ്റിക്ക് പകരം മോഡലിസം പ്രസംഗിക്കണം. ഞങ്ങൾ തൃത്വത്തിന്റെ ആളുകളാണെന്ന് പറയുകയും പി എസ് എ പ്രസംഗിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനിത്വം ചതിക്കുഴിയിലാണ്. ട്രിനിറ്റേറിയൻ. ഹല്ലേലൂയ. അപ്പൊ പിന്നെ നമ്മൾ ഇനി എങ്ങനെ രക്ഷിക്കും? മറുപടി ഇത്രയേ ഉള്ളൂ, എ എന്ന ദൈവം സി എന്ന മനുഷ്യനെ രക്ഷിക്കാൻ ബി എന്ന പുത്രനെ അയച്ചു. പിടികിട്ടിയോ? ബി എന്ന മനസ്സിലാക്കുന്നെങ്കിൽ എന്റെ കൂടെ വരണം. ബി എന്ന പുത്രൻ സിയുടെ അടുക്ക ചെന്നു, സി ഒരുവനായി മാറി. സി എന്ന മാനവകുലത്തിന്റെ മുഴുവൻ കോപവും ബി എന്ന പുത്രന്റെ മേൽ വന്നു. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന വാക്കിന്റെ അർത്ഥം അവനെ സൗഖ്യപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന. മുറിവേൽപ്പിക്കാൻ മനുഷ്യൻ ശ്രമിച്ചു, സൗഖ്യപ്പെടുത്താൻ പിതാവ് തീരുമാനിച്ചു. ഓ സന്തോഷം ഉണ്ടാവാ. മുറിവേൽപ്പിച്ചത് മനുഷ്യൻ, സൗഖ്യപ്പെടുത്തിയത് ദൈവം. ട്രിനിറ്റി വെളിപ്പെടുക. പിതാവ് പുത്രനെ അയച്ച് മനുഷ്യനെ രക്ഷിച്ചു. ചേർന്ന് രാമൻ പറഞ്ഞേ. അടുത്തത്, മനുഷ്യന്റെ ശിക്ഷ മനുഷ്യൻ തന്നെ ആരുടെ മേ ചുമത്തി? പുത്രന്റെ മേ ചുമത്തി. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ മേ ചുമത്തി. നീ കാരണമാ ഞങ്ങൾ നശിച്ചത്. അടിച്ചു, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിച്ചു. മനുഷ്യന്റെ മൊത്ത കോപവും ദൈവത്തിന്റെ മേ വന്നു. ജോനാഥൻ എഡ്വേർഡ് പ്രസംഗിച്ചത് ഇങ്ങനെയാ, sinners are in the hands of an angry God. പക്ഷെ ടുഡേസ് ജനറേഷൻ പ്രസംഗിക്കുന്നു, the loving God is in the hands of a sinners എന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ ഉറവിടമായ ദൈവം കോപിക്കുന്ന പാപിയുടെ കയ്യിൽ. സന്തോഷ വാർത്ത. ഇനിയാണ് ഗുഡ് ന്യൂസ് പറയുക. ഇതാണ് ഗുഡ് ന്യൂസ്. ഇതാണ് ദൈവത്തിന്റെ ജസ്റ്റിസ്. പിതാവ് പറയാ, ഞാൻ മനുഷ്യനെ വിശ്വസിക്കുന്നതിനെ നീതീകരിക്കും, അതേസമയം ഞാൻ നീതിമാനായിട്ടിരിക്കുകയും ചെയ്യും. എങ്ങനെന്നറിയോ? മറുപടി ഇത്രയേ ഉള്ളൂ. പിതാവ് പുത്രനെ മനുഷ്യൻ രക്ഷിക്കാൻ ഭൂമിയിൽ അയക്കുമ്പോ മനുഷ്യനോട് പറഞ്ഞു, യു ആർ പെർഫെക്റ്റ്, യു ആർ ഹോളി, യു ആർ മൈ സൺ. മനുഷ്യൻ നീതിമാനായി. മനുഷ്യനെ നഷ്ടപ്പെട്ടത് തിരിച്ചു വന്നു. വാട്ട് അബൌട്ട് ദി സൺ?
ഇയാൾക്ക് നീതി കാണിക്കണം. ഇയാളോട് കാണിച്ച നീതി എന്താ? ഇദ്ദേഹത്തോട് കാണിച്ച നീതി തന്നെ. ഇദ്ദേഹം പാപത്തിന് മരിച്ചവനായിരുന്നു, യേശുവിന്റെ മരണത്താൽ ഉയർപ്പിച്ചു പിതാവ്. ഇദ്ദേഹം പാപത്തിന്റെ ശിക്ഷയേറ്റു മരിച്ചവനാണ്. ഈ ആളിന്റെ മേലും പിതാവ് നീതി കാണിച്ചു. മൂന്നാം നാളിൽ മരണത്തിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച് മാനവകുലത്തെ നീതിമാന്മാരായി പ്രഖ്യാപിച്ചു. ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് 2 പേർക്ക് നീതി ലഭിച്ചു. ദൈവം നീതിമാനും വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാണ്. ദൈവം നീതിമാനായത് യേശുവിനെ ഉയർപ്പിച്ചതിനാലാണ്. ദാറ്റ് ഈസ് റെസ്റ്റോറേറ്റീവ് ജസ്റ്റിസ്. മനുഷ്യൻ കൊന്നു, ദൈവം ഉയർപ്പിച്ചു. മനുഷ്യൻ വീണു, ദൈവം അവനെ ഉയർപ്പിച്ചു. ഒറ്റ പ്രവൃത്തിയിൽ 2 ആക്ഷൻ. This is the true gospel. The PSA breaking the Trinity, but God is rising another generation to preach the real truth. We don't believe that sacrifice is not the demand of God. Sacrifice is the demand of the fallen nature of man. Hallelujah. Justice is not retributive. Justice is restorative. പാപത്തിന് ശിക്ഷ ഇല്ല, പാപത്തിന് പരിഹാരമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ. ആദാമിൽ എല്ലാരും മരിച്ചു. സത്യമാണോ? ക്രിസ്തുവിൽ എല്ലാരും ഉയർത്തെഴുന്നേറ്റു. അത് വിശ്വസിച്ച യെസ് ഇല്ല. ആദാമിൽ എല്ലാവരും മരിച്ചു. ആമേൻ. ക്രിസ്തുവിൽ വിശ്വസിച്ചവർ മാത്രം ജയിച്ചു. അങ്ങനെയാണോ? Every human being resurrected because of Jesus Christ. That is the righteousness of God. എല്ലാം കേൾക്ക. ദൈവത്തിന്റെ നീതി മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നതാണെങ്കിൽ, പുത്രനെ എഴുന്നേൽപ്പിച്ചപ്പോ ദൈവം നീതിമാനായി, മനുഷ്യനെ എഴുന്നേൽപ്പിച്ചപ്പോ വിശ്വസിക്കുന്നവനെ നീതിമാനാക്കി. Both are resurrected by the same person, the Almighty God. That's PSA. PSA cancel ചെയ്യുക. We believe one thing. Sacrifice is the demand of the fallen man. We killed Jesus. പീറ്റർ ഇങ്ങനെ പ്രസംഗിച്ചത്, നിങ്ങൾ കൊന്നവനെ ദൈവം ഉയർപ്പിച്ചു. ഫാദർ അല്ല കൊന്നത്, നമ്മളാ കൊന്നത്. ഹല്ലേലൂയ. സോ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ചോദ്യങ്ങൾ പലതുണ്ടാവും. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക. ദൈവത്തിന്റെ നീതി ഒരിക്കലും പണിഷ്മെന്റ് ആയിട്ടല്ല വെളിപ്പെടുന്നത്. ദൈവത്തിന്റെ നീതി എപ്പോഴും ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. I think you are okay. Thank you. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതിൽ വ്യക്തത വരാത്ത ഏക പ്രസംഗമാണെന്ന് തോന്നുന്നു. എന്തേലും പിടി കിട്ടിയോ? PSA, ISA എല്ലാവരും നോക്കന്നെ. നിങ്ങളെങ്ങനെ വിടുന്ന എനിക്ക് വിഷമം. Only one thing. Father, Son and Holy Spirit, ഇവർ 3 പേര് ഒരുമിച്ചാണ് നിങ്ങളെ രക്ഷിച്ചത്. അതായത് ഒരാളുടെ മാത്രം പ്രേമം കൂടണ്ട, 3 പേരുടെ മേലും പ്രേമം വേണം. ഫാദർ, നമ്മളൊരു വാക്യമുണ്ട് ബൈബിളിൽ, അവനെ തകർത്ത് കളയാൻ പിതാവിന് വായിച്ചിട്ടില്ല. ഒറ്റ വാക്യം ബൈബിളുള്ളൂ. പിതാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം, പുത്രൻ്റെ കോപം പിതാവിൻ്റെ മേൽ. പക്ഷെ അതിൻ്റെ ട്രൂ മീനിങ് അങ്ങനെ അല്ല. അതിൻ്റെ ട്രൂ മീനിങ് അവനെ സൗഖ്യപ്പെടുത്താൻ പിതാവിന്, ഞാൻ ഒറ്റ വാദം കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ. മനുഷ്യൻ അവനെ അടിച്ചു, അവനെ രക്തം ചിന്തി, മുതുകൂടെ വിജാൽ പോലെ കീറി, ഒരു തിരശീലയ്ക്കകത്ത് ചുറ്റി, അരമത്തിക്കാരൻ ജോസഫിന്റെ കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചു. ഡു യു തിങ്ക് ദാറ്റ് ഹെവൻ വാസ് സൈലന്റ് ദേർ? ഐ ബിലീവ് ആ കല്ലറയുടെ അകത്ത് ആ രാത്രിയിൽ ഫാദർ ഉണ്ട്, സൺ ഉണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. പിതാവിന്റെ കരം പുത്രന്റെ മുറിവുകളെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. 3 ദിവസം കഴിയുമ്പോൾ മരണത്തിൽ നിന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിതാവായ ദൈവം അവനെ സൗഖ്യപ്പെടുത്തിയാണ് എഴുന്നേറ്റ് വന്നത്. 3 ദിവസം കൊണ്ട് മുറിവുണങ്ങൂ. 3 ദിവസം കൊണ്ട് മുറിവുണങ്ങി. കാരണം കല്ലറയ്ക്കകത്ത് പിതാവ് പുത്രനെ സൗഖ്യപ്പെടുത്തുവാൻ പ്രസാദം തോന്നി.
മനുഷ്യൻ മുറിവേൽപ്പിച്ചു, ദൈവം അവനെ സൗഖ്യപ്പെടുത്തി. മനുഷ്യൻ കൊന്നു, ദൈവം അവനെ ഉയർപ്പിച്ചു. സാക്രിഫൈസ് ഇസ് നോട്ട് ദ ഡിമാൻഡ് ഓഫ് ഗോഡ്. സാക്രിഫൈസ് ഇസ് ദ ഡിമാൻഡ് ഓഫ് ദ fallen man. It's the perfect cause. May the Lord richly bless you all. എന്തായി? ക്ലിയർ? അജയ് ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? അത് നമുക്ക് തെറ്റിദ്ധാരണ തോന്നുന്ന ഭാഗമാണ്, പക്ഷെ വളരെ ഇനിയിപ്പോ ചോദിക്കാൻ ചോദ്യമില്ല. ആ ആ ആ ആ അങ്ങനെയുള്ള ചെറിയ ചോദ്യത്തിനൊക്കെ എനിക്ക് ഉത്തരം പറയാൻ അറിയാം. വലിയ കേസ് അത് എന്നാ അറിയാം പക്ഷെ റോമർ 7 ഈ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. നിയമത്തിന്റെ കീഴിലാണ്. റോമർ 7:1 വായിച്ചു നോക്കിയേ സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരുടെ അത്രയും ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും നിയമത്തിന് ബന്ധിതനാണ്. ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. അതുകൊണ്ട് തന്നെ നാമം. എന്നിട്ട് ആ നിയമത്തിന്റെ കീഴിലുള്ള മനുഷ്യന്റെ അവസ്ഥയുടെ നിലവിളിയാണ് റോമർ 7 അവസാനം പറയുന്നത്. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. ആ 7 അത് അവസാനിച്ച് 8:1 നോക്കിയേ. അതുകൊണ്ട് ഇപ്പോ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പൊ റോമർ 7 ഏതിലുള്ളതാ? നിയമത്തിലുള്ള കാര്യമാണ്. നമ്മുടെ ഇന്ന് ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, ഞങ്ങളെല്ലാം ശിവച്ചാനിന്ന് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ അക്ഷയരായിട്ട് കാത്തിരിക്കുകയാണ്, ശിവച്ചാന് കൂടുതൽ സമയം കൊടുക്കണമെന്ന് പറഞ്ഞു. സോ എല്ലാവർക്കും സന്തോഷമാ. പ്രൈസ് ഗോഡ്. നമുക്കൊരു ഒരു പാട്ട് കേൾക്കാം. ജസ്ലിൻ പാട്. ഓടിവാ ഓടിവാ. നിർമ്മലസൂനുവിനെ അയച്ചോന ആതാതൻ ശുദ്ധൻ സ്തുത്യൻ നിർമ്മലമാം ഉദരത്തിനും ഇറങ്ങി വസിച്ചു വിശുദ്ധമാ അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചതുമാ അഗ്നിമയന്മാർ ആരെ നോക്കിൽ വിറച്ചിടും